ചിന്തിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാനും ദൈവം ഇടയാക്കി. ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 112 സങ്കീർത്തനം ആണ്. അതിൻ്റെ 6ഉം 10ഉം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. Psalms 112 verse 6 and 10. 112-ൻ്റെ 6-ാം വാക്യവും 10-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ഒരു നാളും ചുരുങ്ങിപ്പോയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയില്ല. 10-ാം വാക്യം. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പണ്ട് കടിച്ച് ദുഷ്ടന്റെ ആശ. ഈ സങ്കീർത്തനത്തിൽ 2 വ്യക്തികളെയാണ് ഈ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് നാം ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രധാനമായിട്ട് 112-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന ഒരുവനോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് 112-ാം സങ്കീർത്തനം നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നത്. ദൈവത്തെ ഭയപ്പെടുക നാം ധാരാളമായി കേട്ടുവരുന്ന വാക്കാണ്, എപ്പോഴും നാം ആവർത്തിക്കുന്നതാണ്. ദൈവഭയം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ദൈവവചനത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൈവഭയത്തിലും നീതിയിലും ജീവിക്കുന്ന ഒരുവൻ, നാം 6-ാം വാക്യത്തിൽ വായിച്ചത് നീതിമാൻ്റെ ഓർമ്മ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നീതിയോടുകൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ നീതിമാനെന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാൻ നമുക്ക് അനുവദനീയമായ സമയമില്ലെങ്കിലും ചുരുങ്ങിയ ചില ചിന്തകൾ പങ്കിടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരംഭിക്കുന്നത് തന്നെ 1-ാം വാക്യം നാം വായിക്കുന്നത് തന്നെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നീതിമാൻ്റെ സ്വഭാവത്തെക്കുറിച്ച് 6-ാം വാക്യത്തിൽ നാം വായിക്കുന്ന നീതിമാൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ദൈവഭയമുള്ള ഒരുവനാണ് വേദപുസ്തകത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായിരിക്കുന്ന ഒരുവനെന്ന് പറയാം. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അതിന് വേറെ അർത്ഥമുണ്ട്. റോമാലേഖനം പഠിപ്പിക്കുന്ന നീതിമാനും പഴയ നിയമത്തിലെ നീതിമാനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന നീതിമാൻ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ, അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കൽപ്പനകളെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവനാണ്, അതിനോട് താല്പര്യം കാണിക്കുന്നവരാണ്. 1-ാം സങ്കീർത്തനത്തിലൊക്കെ നാം അതിൻ്റെ വിശദീകരണം നാം വായിക്കുന്നുണ്ട്, അവിടേക്ക് നാം പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നാം ആരും ദൈവഭയം ഇല്ലാത്തവരാണെന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ദൈവഭയത്തെ ഏത് നിലയിലാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ദൈവത്തെ ഒരുവൻ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചില്ലെങ്കിൽ ദൈവം എന്നെ കഠിനമായി ശിക്ഷിക്കും എന്നുള്ള ഒരു ഭയം, ഒരു ഭീതി നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ്, ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. എന്നാൽ അങ്ങനെ കോപിക്കുന്ന ക്രോധത്തോടുകൂടെ നമ്മെ തകർത്ത് കളയും എന്നുള്ള ഒരു പേടിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് വേദപുസ്തകം ദൈവഭയം എന്ന് പറയുമ്പോൾ ദൈവത്തിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ദൈവത്തിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. നമുക്കറിയാം ദൈവം പരിശുദ്ധനാണെന്ന് നമുക്കറിയാം. ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, അവൻ മഹത്വധാരിയാണ്, മഹത്വമുള്ളതായിരിക്കുന്ന ദൈവമാണ്. അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന ദൈവീകമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കുറേ ഗുണങ്ങൾ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവം സർവശക്തനാണെന്ന് നമുക്കറിയാം. അവൻ്റെ ശക്തി പല രംഗത്തും വെളിപ്പെട്ടിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, തൻ്റെ മഹത്വം, തൻ്റെ വിശുദ്ധി, അതിനോട് ചേർത്ത് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ നാം ചേർത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന ഒരു ബഹുമാനമാണ് ദൈവഭയം എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഒരു സിംഹത്തെയോ ഒരു കാട്ടുമൃഗത്തെയോ കണ്ട് നാം
ഭയപ്പെടുന്നത് പോലെ ഉള്ള ഒരു ഭയമല്ലത്, മറിച്ച് ദൈവം ആരാണെന്ന് വ്യക്തമായുള്ള ഒരു ഡീപ്പ് സെൻസ് നമുക്കുണ്ടാകും, ഒരാഴമായിരിക്കുന്ന അവബോധം നമുക്കുണ്ടാകും. ആ അവബോധത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്നതായിരിക്കുന്ന ബഹുമാനമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യം നമുക്ക് വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ബഹുമാനം ഏത് നിലയിലാണ്? വാസ്തവത്തിൽ അങ്ങനെ ഒരു ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവാകുന്നുണ്ടെങ്കിൽ നാം ദൈവം മുൻപാകെ ഇരിക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഒരുപാട് വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയും സ്വന്തമായി. അതുണ്ടാകണം എന്നാണ് നാം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായിരിക്കുന്ന ഒരു അവബോധം നമുക്കുണ്ടായിട്ട് അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകേണ്ടുന്നതായിരിക്കുന്ന ഒരു ബഹുമാനമാണ്. അങ്ങനെ ഒരു ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ട് സഹായകരമായി തീരും. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എഴുതി തന്നിരിക്കുന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നാം നിവർത്തിക്കുകയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതാണ് ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് ദൈവവചനത്തിൽ കൂടെ മാത്രമേ ആ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദൈവവചനം നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, നാം കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളോട് നാം അനുസരണമുള്ളവരായി തീരണമെങ്കിൽ നാം ആരംഭത്തിൽ പറഞ്ഞ ഈ ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് ഉണ്ടാകും. മറ്റൊന്ന് നാം തിരിച്ചറിയേണ്ട കാര്യം, ഈ ദൈവം നീതിയുള്ള ന്യായാധിപനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവം മുൻപാകെ നാം കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഇടപാടുകൾക്കും എല്ലാം ദൈവം മുൻപാകെ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ദൈവസന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ ആ വാക്യം നാം വായിക്കുന്നുണ്ട്, അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദരവ്, ബഹുമാനം, അതാണ് 112-ാം സങ്കീർത്തനത്തിലും വേദപുസ്തകത്തിൽ മൊത്തമായിട്ട് നാം ദൈവഭയം, യഹോവാ ഭയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ മനസ്സിലാക്കാനും കൂടെ കഴിയും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും. പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉയർച്ചയെ നാം കാണുന്നു, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ നാം കാണുന്നു, ദൈവത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കുന്നു, അവൻ്റെ മഹത്വം, അവൻ്റെ വിശുദ്ധിയൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നാം ആരാണ്, അഥവാ നാം ഒന്നുമില്ല, നമ്മുടെ പരിമിതികൾ എല്ലാ നിലയിലും നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചറിയും ആ ദൈവത്തിൻ്റെ മുൻപാകെ, അവൻ്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഒന്നുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്കുണ്ടാകണം. ദൈവം മുൻപാകെ അവൻ്റെ ശ്രേഷ്ഠതയുടെ, വിശുദ്ധിയുടെ, മഹത്വത്തിൻ്റെ, അധികാരത്തിൻ്റെ, ശക്തിയുടെ മുൻപിൽ ഞാൻ ഒന്നുമില്ല എന്നുള്ള പരിമിതിയെക്കുറിച്ചുള്ള, എൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം എനിക്ക് തരും. അപ്പം ആ ബോധ്യം എന്ത് ചെയ്യും? ഞാൻ ഏതുമില്ല, നിസ്സഹായനാണ്, എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എന്നിൽ തന്നെ ശക്തിയില്ല, മാത്രമല്ല ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ദൈവം മുൻപാകെയാണ് ഞാൻ ജീവിക്കുന്നുള്ളതായിരിക്കുന്ന, കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതായിരിക്കുന്ന ആ അവബോധം എന്ത് ചെയ്യും? ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ എന്നെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പരിമിതികളുള്ളവരാണ് നാം എല്ലാവരും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പഠിക്കുന്ന, നാം കേൾക്കുന്ന ദൈവവചന പ്രകാരം 100% പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഒരു ജീവിതമാണ് നമ്മുടേത്. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാം, എത്രയോ ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തിയാണ്. താൻ എഴുതിയിട്ടുണ്ടല്ലേ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ. പൗലോസിന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. പൗലോസ് വളരെയധികം ശ്രമിച്ചു, പൗലോസ് വളരെയധികം അധ്വാനിച്ചു. താൻ കർത്താവിന് വേണ്ടി കർത്താവിനെ പോലെ ആകുവാനുള്ള തൻ്റെ കഠിന പ്രയത്നവും മാക്സിമം താൻ ശ്രമിച്ചെങ്കിലും
പിന്നീട് താൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പരിമിതിയുണ്ട്. എന്താ കാരണം? പാപമയമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഞാൻ വസിക്കുന്നത് കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എനിക്കറിയാം. ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയരണമെന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് ആഗ്രഹമുണ്ട്. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. കർത്താവേ, ഞാൻ നിസ്സഹായനാണ്, എനിക്കിത് സാധ്യമല്ല, കുറെ കൂടെ സക്സസ് ആയിട്ട് പോകണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷേ എനിക്കത് കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹെൽപ്പ് മീ ലോർഡ്. കർത്താവിനോട് പറയും, കർത്താവേ നീ എന്നെ സഹായിക്കും. അപ്പോൾ ആ ഒരു നിലവിളി അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം. അതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ഒരു അറിവ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കും. അവിടെയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകുന്നത്. അതാണ് ദൈവഭയം എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തും. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, നീതിമാനെ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന് പറയുമ്പോൾ ആ നീതിമാൻ ആരാണ്? ഈ നിലയിൽ ദൈവത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടായി ദൈവത്തെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ കാണുന്നത്. അവനുണ്ടാകുന്ന നന്മകളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരു നീതിമാന്റെ ഗുണം എന്ന് പറയുമ്പോൾ, സ്വഭാവം എന്ന് പറയുമ്പോൾ 12-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. മുമ്പോട്ടൂടെ നമുക്ക് വായിക്കാം. കൃപ തോന്നി വായ്പ കൊടുക്കും. നമ്മൾ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൃപയും കരുണയും ഒക്കെ നീതിയൊക്കെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന നീതിമാന്റെ ഗുണങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നീതിമാൻ എന്തൊരു ഗുണമുണ്ട്? ഹി ഈസ് ഗ്രേഷ്യസ് ആൻഡ് കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അവന് കൃപയുണ്ട്, ദയയുണ്ട്, കരുണയുണ്ട്. പിന്നെ അവൻ എന്താ ചെയ്യുന്നേ? അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നന്മകളെ അവൻ എന്ത് ചെയ്യുന്നവനാണ്? അതിൻ്റെ 5-ാം വാക്യത്തിനാണല്ലോ നമ്മളിത് വായിക്കുന്നത്. 5-ാം വാക്യം കൂടെ വായിക്കാം നമുക്ക്. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. ജനറോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യത എന്ന് പറയും കൊരിന്ത്യലേഖനത്തിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ഭൗതിക നന്മകൾ ഒരുവൻ്റെ ആവശ്യം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുവൻ ആവശ്യത്തിലിരിക്കുമ്പോൾ അവനൊരു സഹായം ചോദിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവന് സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. അവന് വേണ്ടി അവൻ തൻ്റെ കൈ തുറക്കുവാനായിട്ട് അത് പങ്കിടുവാനായിട്ട് മനസ്സുള്ളവനായിട്ട് തീരുന്നു. ആര്? ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്ന നീതിമാന്റെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. ദൈവഭയമുള്ളവനാണ് അവൻ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലും ആവശ്യങ്ങളിലും അവർ നമ്മുടെ മുൻപാകെ ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ പക്ഷത്ത് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പങ്കിടുവാനായിട്ട് മനസ്സുള്ളവനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതായിരിക്കുന്ന നീതിമാൻ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്, ആരും തനിക്കായിട്ട് തന്നെ ജീവിക്കുന്നില്ലല്ലോ. ഇത് നമ്മളെപ്പോഴും കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന ഒരു വാക്യം. ആരും തനിക്കായിട്ട് തന്നെ ജീവിക്കാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ചാണ് വേദോസിൽ പറയുന്നത്. നാം പറയും ദേ ആർ സെൽഫിഷ്, അവര് സ്വാർത്ഥരാണ്. വിശ്വാസികൾ എന്നുള്ള പേരുള്ളപ്പോൾ പോലും പല വിഷയങ്ങളിലും നാം ഒക്കെ സ്വാർത്ഥരാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ അത് നാം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവാത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടെ ആ സ്വാർത്ഥത നാം കുറച്ചുകൊണ്ടുവരികയും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ ഞെരുക്കങ്ങളിൽ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുവാനായിട്ടുള്ള കരുണയും കൃപയും ഒക്കെ നാം ആർജിച്ചെടുക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കത്തില്ല. ആണ് ഇതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 112-ാം സങ്കീർത്തനം യഹോവയെ ഭയപ്പെടുന്ന ഒരു നീതിമാന്റെ സ്വഭാവ വിശേഷതകൾ ഉൾപ്പെടുത്തും. 1, ദൈവത്തെ അവൻ ഭയപ്പെടുന്നു. 2, അവൻ കരുണയും കൃപയുമുള്ളവനാണ്. 3, മറ്റ് ബുദ്ധിമുട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അവൻ തൻ്റെ മനസ്സും ഹൃദയവും കൈയുമൊക്കെ തുറക്കുന്നവനാണ്. ഇനി
നാം അതേ അധ്യായത്തിൽ 3-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ അങ്ങനെയുള്ള ഒരു നീതിമാൻ, അങ്ങനെ യഹോവയെ ഭയപ്പെടുന്ന, ദൈവത്തെ ആദരിക്കുന്ന ഒരുവനുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 3-ാം വാക്യം നമുക്ക് വായിക്കാം. 112-ന്റെ 3-ാം വാക്യം. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. പിന്നെ അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പിന്നെ വായിക്കാം. എന്താ വായിക്കുന്നത്? ആ, ഓക്കെ. ഇവിടെ ഒന്നാമത് 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഈ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഇത് രണ്ടും തമ്മിലൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പലപ്പോഴും എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഐശ്വര്യവും സമ്പത്തും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒന്നിനോടൊന്ന് കണക്റ്റഡാണ്. സമ്പത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുത്തിനെ ധനവാനെന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നൊരു മാർജിനുണ്ട്, അല്ലെങ്കിൽ ലോകം വെക്കുന്നൊരു മാർജിനുണ്ട്. ഒരു പക്ഷേ അവനെ സംബന്ധിച്ച് കാറുണ്ടാകാം, വീടുണ്ടാകാം, പ്രോപ്പർട്ടി ഉണ്ടാകാം, ലാൻഡുകൾ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ അവർക്കുള്ളവരെ നമ്മൾ സ്വാഭാവികമായിട്ടെന്ന് പറയും റിച്ച് എന്ന് പറയും. അങ്ങനെയുള്ള റിച്ച് അല്ലെങ്കിൽ ധനവാന്മാർ പോലും പലപ്പോഴും അവരുടെ പക്കലുള്ളതൊക്കെ പലതും EMI-യിലും ലോണിലൊക്കെ എടുത്തതായിരിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ അവർ ധനവാന്മാരാണ്, പക്ഷേ പലപ്പോഴും അവർ മറ്റു പലർക്കും കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും. എങ്കിലും നമ്മൾ അവരുടെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് പറയും? ഹി ഈസ് റിച്ച്, അവൻ ധനവാൻ എന്ന് പറയും. എന്നാൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ അല്പം കൂടെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം അവനുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവന് സ്ഥായിയായ അല്ലെങ്കിൽ അവന് സ്ഥിരമായിരിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയുള്ളവൻ. അവന് മറ്റാരോടും ഒന്നും വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല. മറിച്ച് അവൻ എന്ത് ചെയ്യുന്നു? അവൻ വീണ്ടും വീണ്ടും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവൻ ഈ ലോകത്തിലെ കുറെ കൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയത്തക്ക വണ്ണം അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരുവൻ. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലായി കാണുന്ന വിചാരിക്കുകയാണ്. നാം ലോകത്തിൽ ധനവാന്മാരെന്ന് കാണുന്ന പലർക്കും പലതുമുണ്ട്. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പലയിടത്തും നമുക്കറിയാം, അവർ ഒന്നെങ്കിൽ ബാങ്കിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തികളോട് ബന്ധപ്പെട്ട് അവരത് ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ധനവാൻ തന്നെയാണ്, അവനെല്ലാം ഉണ്ട്. എന്നാൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ അതിന് അല്പം കൂടെ വ്യത്യാസമാണ്. വെൽത്ത് എന്ന് പറയുന്നത് അവനുള്ളതെല്ലാം സ്റ്റേബിളായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും അതുപയോഗിച്ച് വീണ്ടും അവന് കുറേ കൂടെ മേൽത്തരമായ അനുഭവത്തിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അതിലും ലളിതമായിട്ട് അവതരിപ്പിക്കാൻ എൻ്റെ അടുത്ത് മലയാളത്തിൽ എനിക്കത് പറയാൻ കഴിയുന്നില്ല, എങ്ങനെ അത് മനസ്സിലാക്കണമെന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നവനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഈ രണ്ടും ആരുടെ ഭവനത്തിലുണ്ട്? നീതിമാന്റെ, ദൈവത്തെ ഭയപ്പെടുന്ന, കരുണയുള്ള, കൃപയുള്ള, മറ്റുള്ളവനോട് സഹതാപമുള്ളതായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വിശദീകരിച്ച് പോകാൻ നമുക്ക് സമയമില്ലല്ലോ. ഇനി 6-7 വാക്യം നമുക്ക് വായിക്കാം. പിന്നത്തെ അനുഗ്രഹം എന്താണ് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനക്കാരൻ? 6-7 വാക്യം. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അപ്പോ ഈ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവന്റെ മുൻപാകെ പ്രശ്നങ്ങളുണ്ട്. വായിക്കും അതറിയാം, ശത്രുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മുൻപാകെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാധാരണ മനുഷ്യർ അനുഭവിക്കുന്നതായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുമുണ്ട്. അവന് ശത്രുക്കളുണ്ട്. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നില്ല? എത്ര വലിയ പ്രതിസന്ധികൾ അവന്റെ മുൻപാകെ വന്നാലും അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ ഒരിക്കലും ഷെയ്ക്കാകുന്നില്ല, കുലുങ്ങിപ്പോകുന്നില്ല. അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകുന്നില്ല. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകുന്നില്ല. നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, നീതിമാൻ വീണാലും നിലം പരിചാകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീതിമാൻ വീഴത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. നീതിമാനും പ്രതിസന്ധികളും വീഴ്ചയൊക്കെ ഉണ്ട്, പക്ഷേ അവൻ എന്ത് സംഭവിക്കുന്നില്ല? അവൻ ഉന്മൂലനാശം സംഭവിക്കുന്നില്ല, അവൻ തകർന്ന് താളടിയാകുന്നില്ല. എന്താ കാരണം? അവന്റെ ആശ്രയം എവിടെയാണ്? അവന്റെ ആശ്രയം എവിടെയാണ്? അവൻ ഈ ഉള്ളതായിരിക്കുന്ന ഐശ്വര്യവും സമ്പത്തിലുമല്ല ആശ്രയം. ഈ ഐശ്വര്യവും സമ്പത്തും എന്ത് സംഭവിക്കാം? ഒരു നിമിഷം കൊണ്ട് എന്ത് സംഭവിക്കാം? നമുക്കറിയാലോ, ഒരു സാധാരണ മിനിമം രോഗം വന്നാൽ നമ്മുടെ എല്ലാം പിടി എന്താവും അല്ലേ?
കഴിയും. അപ്പൊ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള രോഗം വന്നാൽ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തും ഐശ്വര്യവും എല്ലാം എന്താവും? ഇതെല്ലാം മാറിപ്പോകുന്നത് തന്നെയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് പ്രതിസന്ധികളിൽ നിന്നല്ല അതിന്റെ അർത്ഥം. പ്രതിസന്ധികളുടെ മുൻപാകെ അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ ക്ഷീണിച്ച് തകർന്നു പോകുന്നില്ല. നീതിമാൻ ഒരിക്കലും അവൻ കുലുങ്ങിപ്പോകുന്നില്ല. കാരണം അവൻ്റെ ആശ്രയം അവൻ്റെ ഐശ്വര്യത്തിലല്ല, അവൻ്റെ സമ്പത്തിലല്ല, അവൻ കൂട്ടിയിരിക്കുന്ന മറ്റൊന്നിലുമല്ല, മറിച്ച് അവൻ്റെ ആശ്രയം ദൈവത്തിൽ. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, അവന് പർവ്വതം പോലെ എന്നൊരു വാക്യം നാം വായിക്കുന്നുണ്ട്. ഇളകാത്ത പർവ്വതം പോലെയാണ്. പർവ്വതത്തിന്റെ മേലും എന്ത് സംഭവിക്കുന്നുണ്ട്? വലിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ പർവ്വതം എന്ത് ചെയ്യുന്നില്ല? എത്ര കാറ്റടിച്ചാലും ഇളകാതെ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് കുലുങ്ങി പോകുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നീതിമാന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 8-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം വാക്യം. അവന്റെ ഹൃദയം എന്താണ്? അവന്റെ ഹൃദയത്തിൽ എന്തില്ല? ഭയമില്ല ഒന്നിനെ കുറിച്ച്. പ്രത്യേകിച്ച് അവിടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനെതിരെ നിൽക്കുന്ന ശത്രുക്കളെ കുറിച്ച്. അപ്പൊ അവന്റെ ഹൃദയത്തിൽ ഭയമില്ല ഒന്നിനെ കുറിച്ചും. അവൻ എന്ത് ചെയ്യുന്നില്ല? നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള വലിയ ഭീതിയിലല്ല അവൻ ജീവിക്കുന്നത്. മാത്രമല്ല, പിന്നെ നമ്മൾ വായിച്ചേ അവന്റെ അതേ വാക്യം, 8-ാം വാക്യം കൂടെ വായിക്കാം. തന്റെ ആഗ്രഹം എവിടെയാ അവൻ നിവർത്തിച്ച് കാണുന്നേ? ശത്രുക്കളിൽ നിവർത്തിച്ച് കാണുക. ആ വാക്ക് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വാക്കിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ അവന്റെ വിക്ടറി ശത്രുക്കളുടെ മേൽ അവന് വിജയമുണ്ടെന്നുള്ളതാണ്. ശത്രുക്കൾ ഇവനെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? ഇവൻ എങ്ങനെയെങ്കിലും തകർന്ന് താളടിയാകണം, നശിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവഭയമുള്ള, കരുണയുള്ളതായിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ കരങ്ങളെ തുറക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ദൈവവചനം പറയുകയാണ്, പ്രോമിസ് ചെയ്യാണ്, വാഗ്ദത്തം ചെയ്യാണ്, അവൻ ഒരു നാളും കുലുങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവസാനമായി വിജയം ആരുടെയിലാണ്? അവൻ്റെ കയ്യിലാണ്. അവൻ്റെ ശത്രുക്കളെ കുറിച്ച് ധാരാളം വായിക്കുന്നുണ്ടല്ലേ, ശത്രുക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വായിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരുവനുള്ളതായിരിക്കുന്ന 3 അനുഗ്രഹങ്ങളാണ് അവിടെ നാം വായിച്ചത്. ഇനിയും നമ്മൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 112-ാം സങ്കീർത്തനത്തിന് 2-ാം വാക്യം. ഇനി ഈ അനുഗ്രഹം എങ്ങോട്ട് പോവുക? ഇവൻ ദൈവത്തെ ഭയപ്പെട്ടു, ഇവൻ ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ടു, ഇവൻ മറ്റുള്ളവരോട് ഔദാര്യമുള്ളവനായിട്ട് ജീവിച്ചു, ഇവൻ നീതിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ പിന്തുടർച്ച എങ്ങോട്ട് പോവുക? അവന്റെ സന്തതിയിലേക്ക് പോവാണ്, അവന്റെ തലമുറയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞ പോലെ, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തയിൽ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹിസ്കിയാവിനെന്താ സംഭവിച്ചത്? ഹിസ്കിയാവ് ആശ്വസിച്ചത് എവിടെയാ? ഏതായാലും എൻ്റെ കാലത്ത് ഇതൊന്നും സംഭവിക്കത്തില്ല, ആശ്വാസം. പലപ്പോഴും നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. എങ്ങനെയൊക്കെ പോട്ടെ, എൻ്റെ കാലത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ഭയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മുടെ മുൻപാകെയുള്ള ഒരു തലമുറയെക്കുറിച്ച് ദൂരക്കാഴ്ചയുള്ളവരായിട്ട് നാം ജീവിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നിരിക്കും. ഇന്ന് നമ്മളതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന ഒരു തലമുറയുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഐക്യു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഐക്യു ഒന്നും അല്ല. പണ്ട് കാലത്തൊക്കെ പിതാക്കന്മാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കും അത്രയൊക്കെ ബോധം ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ പിള്ളേരുടെ ഐക്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അവർ അഡ്വാൻസ് കണ്ടു കഴിഞ്ഞു നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞുങ്ങൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്, നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു വളർന്നു വരുന്ന തലമുറയുണ്ടെന്നുള്ള ബോധ്യത്തിൽ വേണം നാം സംസാരിക്കാൻ. ഈവൻ നമ്മുടെ ഭവനത്തിൽ നാം ഭാര്യ ഭർത്താക്കന്മാർ ഇടപെടുമ്പോൾ, നമ്മൾ അപ്പനും അമ്മയായിട്ട് ഇടപെടുമ്പോൾ, സഹോദരവർഗവുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, അയൽവാസികളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മെ ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഒരു തലമുറയുണ്ട്. നമ്മുടെ തലമുറകൾ ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമില്ലാത്തവരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയാണ്. നാം അവരുടെ മുൻപാകെ കാണിച്ചിട്ടുള്ള അമാതൃകയായിരിക്കുന്ന ഇടപെടലുകളും
നമ്മുടെ വായിലെ വാക്കുകളും യോഗ്യമല്ലാത്തതായിരിക്കുന്ന സംസാര ശൈലികളും ജീവിത ശൈലികളും ദൈവഭയമില്ലാത്തതായിരിക്കുന്ന ജീവിതമൊക്കെയാണ് നമ്മുടെ തലമുറകൾ ആത്മീയ കാര്യങ്ങളെ അഥവാ ആദരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ആത്മാർത്ഥമായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിൽ നടന്നാൽ നമുക്കൊരു ലെഗസി, നമുക്കൊരു പാരമ്പര്യം, നമുക്കൊരു ട്രഡീഷൻ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഒരു ദീപശിഖ നമുക്ക് തലമുറയിലേക്ക് മാറ്റം ചെയ്യാൻ കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുണ്ടാകണം. അപ്പോൾ നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്കനുഗ്രഹമുണ്ടെന്നുള്ള ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറകൾ ഈ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ വലിയ കായിക മല്ലന്മാരായിട്ട് അവർ നിൽക്കും എന്നുള്ള ശാരീരിക ശേഷി അല്ല പറയുന്നത്, മറിച്ച് ആത്മീകമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ട് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആ ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ അവർ ജീവിക്കും. അവർ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് 6-ാം വാക്യം നാം വായിച്ചത്, നീതിമാൻ എന്നേക്കും എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുപോയി, അവൻ കടന്നുപോയി. പക്ഷേ അവൻ്റെ മക്കളിലൂടെ അവൻ്റെ പിതാവിനെ എന്ത് ചെയ്യും? ലോകം ഓർമ്മിക്കും. അത് കേവലം ഈ ലോകത്തിൽ മാത്രമല്ല, അവൻ എന്നേക്കും, ഹി വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ ഈ ലോകം കഴിഞ്ഞാലും എന്തുണ്ട്? ആ ഓർമ്മയുണ്ട്. അപ്പൊ ആ നിലയിൽ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. ഇനി 10-ാം വാക്യം നമുക്ക് വായിക്കാം. ദുഷ്ടൻ അത് കണ്ട് എന്ത് ചെയ്യും? ഏത് കണ്ട്? നീതിമാന്റെ ജീവിതത്തിലെ ഈ നന്മകളും അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കരുതലും സ്നേഹവും ഒക്കെ കണ്ടിട്ട് ഇതിനു മുമ്പ് ദുഷ്ടൻ എന്താ ആഗ്രഹിച്ചേ? ഇവനെങ്ങനെയും തകർന്നു പോകണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചിന്തിച്ചു, പ്ലാൻ ചെയ്തു. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്, നീതിയോടെ ജീവിച്ചതുകൊണ്ട്, കരുണയോടെ ജീവിച്ചതുകൊണ്ട് പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും അവൻ എങ്ങനെ നിന്നു? തളരാതെ കുലുങ്ങാതെ അവൻ നിന്നു. വ്യക്തമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇയ്യോബിന്റെ ജീവിതം, അല്ലേ? ഇയ്യോബിന്റെ ജീവിതം നമുക്കറിയാം. അവന് വന്ന പോലെയുള്ള ഈ പ്രതിസന്ധി ലോക ചരിത്രത്തിൽ മറ്റാർക്കും വന്നിട്ടില്ല. പക്ഷേ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലും ഇയ്യോബ് എന്ത് ചെയ്തു? അവൻ അതരം കൊണ്ട് പോലും ദൈവത്തിനെതിരായിട്ട് ഒരു പാപവും, ഈവൻ അവന്റെ ഭാര്യ പോലും ത്യജിച്ചിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തുകളക എന്ന് പറയുമ്പോ അവൻ പറഞ്ഞ വാക്കെന്താണ്? നീ ആരെ പോലെ സംസാരിക്കുന്നു? പൊട്ടിയെ പോലെ. പലപ്പോഴും നമ്മൾ ഈ പൊട്ടന്മാരും പൊട്ടികളൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികളെ പലപ്പോഴും നമുക്ക് വേണ്ടുന്ന നിലയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നാം പലപ്പോഴും ഇയ്യോബിൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് മാറിപ്പോകുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആയിരിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ഭയപ്പെടുക. അങ്ങനെ ജീവിക്കുമ്പോൾ നാമും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീഴ്ച കാണാനായിട്ട് ആരാഗ്രഹിച്ചോ അവരുടെ മേൽ നമുക്ക് വിജയമുണ്ട്. അവർക്ക് എന്ത് സംഭവിക്കും? ഒരു ദിവസം ദുഷ്ടന്മാർ എന്താ? നമ്മൾ ആ വാക്യം നമ്മൾ വായിക്കാം. 10-ാം വാക്യം, അത് കണ്ട് വ്യസനിക്കും, പിന്നെ അവർ പല്ല് കടിച്ച് ഉരുകിപ്പോയി, നിരാശരായി ദുഃഖിതരായി അവര് അങ്ങനെ തീർന്നു പോകുന്നതായിരിക്കുന്ന അവസ്ഥ. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്? ഈ 112-ാം സങ്കീർത്തനം നമ്മളോട് സംസാരിക്കുമ്പോൾ ലളിതമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടതായിരിക്കുന്ന കാര്യം, അനുദിന ജീവിതത്തിൽ ദൈവഭയത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കണം. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ദൈവഭയത്തെ നാം വളർത്തിയെടുക്കണം. എങ്ങനെ വളരും? ദൈവവചനത്തിൽ കൂടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയ സത്യങ്ങളൊക്കെ ഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ അവൻ്റെ മുൻപാകെ എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ആ വലിയ അവബോധം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കണം. ഒരു സില്ലി ക്രിസ്ത്യൻ ലൈഫ്, ഒരു എന്താ പറയുക, ഒരു ലളിതമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ലളിതമായിട്ടാണ് നാം ജീവിക്കേണ്ടതെങ്കിലും ക്രിസ്തീയ ജീവിതത്തെ ഒരിക്കലും നാം നിസ്സാരവൽക്കരിക്കരുത്.
നിസ്സാരവൽക്കരിക്കരുത്. വളരെ ഭയത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ നാം ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അവിടെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതത്തിൽ മാത്രമേ തലമുറകളുടെ നന്മകൾ കാണാൻ പറഞ്ഞാൽ അവർ ഉന്നതമായ ജോലിയൊക്കെ ചെയ്ത് വലിയ ബംഗ്ലാവ് വാങ്ങുന്നതല്ല അനുഗ്രഹം. മറിച്ച് നാം പ്രാപിച്ച, നാം സ്വീകരിച്ച, നാം കഴിഞ്ഞ നാൾ പിന്തുടർന്ന ആ വിശ്വാസത്തിൽ നമ്മുടെ തലമുറകൾ നിൽക്കുന്നു എന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നാം തിരിച്ചറിയണം. ബാക്കിയെല്ലാം മക്കൾക്കുണ്ട്, മറിച്ച് ദൈവ വഴികളിലല്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ അതെത്രയോ ദോഷമായിരിക്കുന്ന ഒന്നാണ്, നമുക്ക് തന്നെ എത്രയോ അപമാനം വരുത്തുന്ന ഒന്നാണ്. അത് സംഭവിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട് ദൈവവചന പ്രകാരം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. 2, വരും തലമുറയിലേക്ക് ഈ വിശ്വാസവും ഈ ജീവിതവും പകർന്നു നൽകുവാനായിട്ട് നാം ശ്രമിക്കണം. അവരുടെ മുൻപാകെ മാതൃകയോടെ നാം ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളർന്നു വരുന്ന തലമുറകളുടെ മുൻപാകെ നാം മാതൃകയുള്ള ഒരു ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഭൗതിക നന്മകൾ നമുക്കായിട്ട് മാത്രം ചിലവഴിക്കുന്നവരായി തീരാതെ ആവശ്യത്തിലും ഞെരുക്കത്തിലുമൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നാം കരുണയും കൃപയും ഒക്കെ ഉള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യം. ഇതാണ് ഈ 112-ാം സങ്കീർത്തനം നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നത്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഞാനിന്ന് രാവിലെയാണ് ഈ സന്ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിലുള്ളത്. ഞാൻ അന്നാറും ബേക്കുറിച്ചാനെ വിളിച്ചു. ബേക്കുറിച്ച ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് ഒഴിവാകാം എന്ന് വിചാരിച്ച് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെ ആരും പ്രത്യേകിച്ചില്ല. ഒരു കാരണം കൂടെ കാണും. അതിന് എന്നോട് നേരത്തെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നു. ഞാനിന്ന് രാവിലെ ഈ സങ്കീർത്തനമായിട്ട് ഇരുന്നു, കുറേ സമയം ദൈവസന്നിധിയിൽ ഇരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഈ വിഷയമാണ് സംസാരിച്ചത്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് സഭയുടെ മീറ്റിംഗാണ്, കോട്ടേജ് മീറ്റിംഗാണ്. എന്നാൽ നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക ഒക്കേഷൻ എന്ന് പറയുന്നത് ജിബിൻ്റെ യാത്രയോടും കൂടെ ബന്ധപ്പെട്ടാണ്. ജിബിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പേഴ്സണലി പറയാനുള്ളതായിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തെ ഭയപ്പെടുക. നമുക്കൊരു പക്ഷേ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല. എല്ലാ ഞായറാഴ്ച ഒരുപക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു പക്ഷേ കൂടിവരവോ സാഹചര്യങ്ങളോ ആയിരിക്കില്ല. പക്ഷേ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെ ഒരുപക്ഷെ സഭയില്ലായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പോകാൻ പറ്റുന്നില്ലായിരിക്കാം. ജീവനോട് മാത്രമല്ല, നമ്മുടെ പല കുഞ്ഞുങ്ങളും പുറത്തായിരിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജോലിയോട് ബന്ധപ്പെട്ട് മറ്റ് പുറം രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ അവർക്ക് അവരുടെ ഡ്യൂട്ടി അനുസരിച്ചാണ് അവർ പോകുന്നത്. പക്ഷേ നാം എവിടെയായിരുന്നാൽ, ചർച്ചിൽ പോയാലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവഭയത്തിൽ ജീവിക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? വേദപുസ്തകം നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ അത് വായിക്കുകയും അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയത്തിൽ നിന്ന് നാം ദൈവത്തെ ഭയപ്പെടുകയും ചെയ്താൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, നമ്മുടെ തലമുറകൾക്കുണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ ദൈവകുറിച്ചാനും കുടുംബത്തിനും ആ നിലയിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ആ നിലയിൽ ദൈവവഴികൾ സഞ്ചരിക്കുവാനായിട്ട് ഇടയായി ദൈവം അവർക്ക് കൊടുത്ത മക്കളും ആ നിലയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നാൽ കുറേ കൂടെ, ജിബിനോടുള്ള ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, കുറേ കൂടെ ദൈവത്തെ ഭയപ്പെടുവാൻ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടയാകുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നിരിക്കുന്ന തലമുറ ഇനിയും ദൈവം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തലമുറകൾ ആരെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരെ കർത്താവ് വരുവാനായിട്ട് താമസിച്ചാൽ നാം സ്വീകരിച്ച് വിശ്വസിച്ചതായിരിക്കുന്ന ഈ വിശ്വാസവും ദൈവഭയവും ആ തലമുറകളിലേക്ക് കൈമാറാനായിട്ട് ഇടയായിത്തീരും. അത് സാധിച്ചില്ലെങ്കിൽ നാം ലോകത്തിൽ എത്ര വലിയ ഉന്നതരായി തീർന്നെന്ന് പറഞ്ഞാലും അതെല്ലാം ദൈവം മുൻപാകെ 4 കാശിന് വിലയുള്ളതല്ല. മനുഷ്യരുടെ മുൻപാകെ ഒരു പക്ഷേ പ്രശംസയ്ക്ക് യോഗ്യമായി തീരാം, പക്ഷേ ദൈവത്തിന് മുൻപാകെ അതെന്തല്ല, വിലയുള്ളതല്ല. ആരോർമ്മയിലിരിക്കും? നീതിമാന്റെ ഐശ്വര്യവും സമ്പത്തൊന്നും ഓർമ്മയിലിരിക്കുന്ന ആരേ ഉള്ളൂ? നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കറിയാം പരിമിതികളുള്ളവരാണ്, കുറവുകളുള്ളവരാണെന്ന്. നാം നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും, ദൈവത്തെ ഭയപ്പെടുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും കഴിയാത്തൊരു ജീവിതം നമുക്കുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കും. പക്ഷേ നമുക്ക് കുറേ കൂടെ ശ്രമിക്കാം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ല എങ്കിലും ഒരു പുതിയ ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. കുറേ കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്കുണ്ടായിട്ട്
ദൈവസന്നിധിയിലായിരിക്കുവാൻ, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കരുണയും കൃപയും മറ്റുള്ളവരോട് ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ഹൃദയം വിശാലമാകുവാൻ, ഞങ്ങളുടെ കൈകൾ വിശാലമാകുവാൻ, ഞങ്ങളുടെ പോക്കറ്റ് ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് ആ നിലയിൽ നമ്മുടെ പരിമിതികളെ കണ്ട് കർത്താവിന് സന്നിധി നമുക്ക് പറയാം, കർത്താവെ ഞങ്ങൾ ഇതിലൊക്കെ നിസ്സഹായരാണ്, നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാം. ദൈവത്തിൽ ആശ്രയിക്കാം. അങ്ങനെ നാം ആശ്രയിക്കുമ്പോൾ ശത്രു ലജ്ജിതരായി പിൻവാങ്ങും. പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ ദൈവം നമ്മെ പ്രത്യേകമായി സൂക്ഷിക്കുകയും കാവൽ ചെയ്യുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും കരുതലും അനുഭവിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ആഫ്റ്റർ ഓൾ നമുക്ക് വിജയം ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിതം നാം നയിക്കുമ്പോൾ ഒരു പക്ഷേ നാം ഇവിടുന്ന് കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ നാളെ ലോകം നമ്മെ എന്ത് ചെയ്യും ഓർക്കും എന്നുള്ളതിന് ഒരു സംശയമല്ല. ദൈവം നൽകുന്നതായിരിക്കുന്ന ഒരു ബഹുമാനമാണ്, ആദരവാണ്. അതാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായതും ദൈവത്തെ സ്തുതിക്കും. എല്ലാവർക്കും നാം കേട്ട ദൈവവചനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള പ്രാർത്ഥനയോടുകൂടെ പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വലിയ നാമം വാഴ്ത്തുന്നു.